എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയ കൃഷിയോ കാര്യങ്ങളോ അല്ല, എന്നാലും നമ്മുടെ ഗാർഡനുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഇപ്പം നല്ല വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ പ്ലാന്റ്സൊക്കെ ഓക്കെ ആയിക്കോളും. കാരണം സൂര്യപ്രകാശവും പിന്നെ വളവും വെള്ളമൊക്കെ കിട്ടുമ്പോൾ നന്നായിട്ട് പൂവും ഒക്കെ വെജിറ്റബിൾസ് ആണെങ്കിലും പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആ മഴയുടെയൊക്കെ ക്ഷീണം കഴിഞ്ഞ് ഇതിനെ എനർജറ്റിക് ആവാനുള്ള എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താലാണ് ഇവയൊക്കെ പൂക്കവും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ആ മഴ മാറിയ സമയത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് ഈ ഒരു മിക്സ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടി പൂക്കുവോ എൻ്റെ വെജിറ്റബിൾസ് കായ്ക്കുകയൊക്കെ ചെയ്യണ എൻ്റെ ഒരു പൊടിയാട്ടോ, ഒരു മിക്സാണ്. കണ്ടോ, നമ്മുടെ ശരീരത്തിന് വേണ്ട ഹെൽത്ത് മിക്സ് പോലെ നമ്മുടെ ചെടികൾക്കുള്ള ഒരു ഹെൽത്ത് മിക്സാണിത് ഞാൻ ഇട്ട് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കും, എന്നിട്ട് ജസ്റ്റ് ആ മണ്ണൊന്നത് ഇളക്കി ഇങ്ങനെ ഇളക്കുകയും കൂടെ ചെയ്യും കേട്ടോ. ഉണ്ടോ, ഒത്തിരി ഒന്നും വേണ്ട, ഒരു നുള്ളു മതി. ഇത് ഒന്ന് മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇത്ര ഞാൻ എടുക്കുകയുള്ളൂ. അത് ചുറ്റും ഇങ്ങനെയൊന്ന് ഇട്ട് കഴിഞ്ഞ് വീണ്ടും അതൊന്ന് ആ മണ്ണുമായിട്ടൊന്ന് മിക്സാക്കി. അപ്പോൾ ഈ മിക്സ് എന്നാന്ന് ഞാൻ പറയാം കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ പൂക്കളൊക്കെ ആണെങ്കിൽ ചെടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരാനും നന്നായിട്ട് പൂക്കാനും പൂ പിടിക്കാനും നമ്മുടെ മുളക് ചീനി അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ നന്നായിട്ട് മുളക് പിടിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ഐറ്റത്തിൻ്റെ ഒരു മിക്സാണ്. ഇതാണ്ടോ, ഇങ്ങനെയാണ്. ഇത് പൊടിച്ചാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്തിൻ്റെയൊക്കെ മിക്സാണെന്ന് വെച്ചാൽ ഉള്ളിത്തൊലി, മുട്ടത്തോട്, ചായപ്പൊടി എന്ന് വെച്ചാൽ ചായപ്പൊടി ഡയറക്റ്റ് എടുക്കുമല്ല, അല്ലാതെ നമ്മൾ ചായയൊക്കെ എടുക്കില്ലേ, എടുത്തിട്ട് അതിൻ്റെ ബാലൻസ് മട്ടായി വരില്ലേ, അത് ഞാൻ അരിച്ചിട്ട് ആ മധുരത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് ഡ്രൈ ആക്കി വയ്ക്കും. വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് ഉള്ളിത്തൊലിയും മുട്ടത്തോടും അങ്ങനെയെല്ലാം ഞാൻ ഉണക്കി കളക്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇടണ ദിവസം ഇങ്ങനെ പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി, നമ്മുടെ ചെടിയുടെ ചുവട്ടിലുള്ള കീടങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണമായിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് വേറെ മിക്സ് വേറെ ഒരു വളവും ഇട്ട് കൊടുക്കാണ്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളരാൻ ഏറ്റവും നല്ലതാണ് എൻ്റെ ഒരു ഹെൽത്ത് മിക്സ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ബാൾസൊക്കെ മഴ പെയ്ത് ഭയങ്കരമായിട്ട് ഇലയൊക്കെ ഒഴിഞ്ഞ് ഒരുമാതിരി ആയിപ്പോയായിരുന്നു. ഞാൻ ആ വെയിൽ തെളിവിന് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ ചെടിക്കും ഒന്ന് ഇട്ട് കൊടുത്തു. അന്നേരത്തേക്കും കണ്ടോ, ഇലയൊക്കെ മഞ്ഞുള്ളൂ, എന്നാലും അതിന് മുമ്പേ തന്നെ പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി കണ്ടോ, എൻ്റെ ഈ റോസപ്പൂവൊക്കെ കണ്ടോ, അതുപോലെ ഇത് കണ്ടോ, ഒക്കെ ഞാൻ ഈ മിക്സായിട്ട് ഇട്ട് കൊടുക്കണം. വേറെ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട. അപ്പോൾ ചെടികൾക്ക് നമ്മുടെ പ്ലാന്റ്സിന് മാത്രമല്ല, വെജിറ്റബിൾസിനും കൂടെ ഇതിൻ്റെ പയറും ബീൻസൊക്കെ ആട്ടോ. ഇതിനും കൂടെ ഞാൻ ഇതിട്ട് കൊടുക്കണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് പൊട്ടിച്ച് ഇളക്കി കൊടുക്കണ്ടേ. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് പിടിക്കാനും ബീൻസും പയറും അതുപോലെ തന്നെ മുളക് ചീനി മുളകൊക്കെ നന്നായിട്ട് പിടിക്കാനും ഈ ഒരു ഹെൽത്ത് മിക്സ് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് ആശ്രയിക്കണം ഈ കാര്യങ്ങളൊക്കെ കേട്ടോ, നമ്മുടെ പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാനൊക്കെ. പിന്നെ അല്പം ചാണകവെള്ളം കൂടെ ഒഴിക്കും ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ആഴ്ചയിലൊന്ന് ഒഴിക്കാം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒഴിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അവനവന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.